തമിഴ്നാട്ടിലെ അമ്മമാർക്ക് നൽകിയ വാക്ക് പാലിച്ച് മുഖ്യമന്ത്രി വിജയ്. സ്കൂളുകൾക്കും ആരാധനാലയങ്ങൾക്കും സമീപമുള്ള 717 സർക്കാർ മദ്യശാലകൾ അടച്ചുപൂട്ടാൻ ഉത്തരവ്. വിദ്യാർത്ഥികളെ കുടിയന്മാരാക്കുന്ന കുടികേന്ദ്രങ്ങളെ തുരത്തി വിജയ് നടത്തുന്ന സാമൂഹിക പരിഷ്കാരത്തിന് കൈയടിച്ച് തമിഴകം. അണ്ണാ DMK വിമതർ TVKയ്ക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചതോടെ വിജയ് സർക്കാരിനെ ഇനിയാർക്കും വീഴ്ത്താനാകില്ല. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയതിന് പിന്നാലെ ആരാധകർക്കും വോട്ടർമാർക്കും നൽകിയ വാക്ക് പാലിച്ച് സി ജോസഫ് വിജയ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞയുടൻ 717 സർക്കാർ മദ്യശാലകൾ അടച്ചുപൂട്ടാൻ വിജയ് ഉത്തരവിട്ടു. ആരാധനാലയങ്ങൾക്കും സ്കൂളുകൾക്കും സമീപം പ്രവർത്തിക്കുന്ന മദ്യശാലകൾക്ക് ഇനി തമിഴ് മണ്ണിൽ ഇടമില്ലെന്ന പ്രഖ്യാപനത്തോടെയാണ് ദളപതി രാഷ്ട്രീയ ഇന്നിംഗ്സ് ആരംഭിച്ചിരിക്കുന്നത്. ക്ഷേത്രങ്ങൾ, പള്ളികൾ, വിദ്യാലയങ്ങൾ, കോളേജുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന കടകൾക്കാണ് പൂട്ടുവീഴുന്നത്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള എല്ലാ ഔട്ട്ലെറ്റുകളും പൂട്ടി താക്കോൽ ഏൽപ്പിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. 276 ആരാധനാലയ പരിസരത്തെ കടകളും 186 സ്കൂൾ പരിസരത്തെ കടകളും ഉൾപ്പെടെ 717 എണ്ണമാണ് ലിസ്റ്റിലുള്ളത്. പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കുടികേന്ദ്രങ്ങളെ തുരത്തുക എന്ന വലിയ സാമൂഹിക പരിഷ്കാരത്തിനാണ് വിജയ് തുടക്കമിട്ടിരിക്കുന്നത്. മദ്യം കാരണം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സ്ത്രീകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിജയോട് പരാതി പറഞ്ഞിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും ലഭ്യമാകുന്ന വിധത്തിൽ തമിഴ്നാട്ടിൽ മദ്യം ഒഴുകുന്നതായും പരാതി ഉയർന്നു. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10 വരെയാണ് മദ്യവിൽപ്പനയ്ക്ക് അനുമതിയെങ്കിലും പലപ്പോഴും ഇതൊന്നും പാലിക്കാതെ പലയിടത്തും വിൽപ്പന നടക്കുന്ന സ്ഥിതിയാണ്. ഇതോടെയാണ് ചട്ടം ലംഘിച്ച് വിൽപ്പന നടത്തുന്ന മദ്യശാലകൾ പൂട്ടാൻ മുഖ്യമന്ത്രി വിജയ് ഉത്തരവിട്ടത്. ഇതിനിടെ വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് AIADMKയിലെ ഒരു വിഭാഗം രംഗത്തെത്തി. CV ഷൺമുഖം, SP വേലുമണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള 47 MLAമാരടങ്ങുന്ന സംഘമാണ് ഭരണസഖ്യത്തിന് പിന്തുണ അറിയിച്ചത്. ഇവർ മുഖ്യമന്ത്രി വിജയുമായി കൂടിക്കാഴ്ച നടത്തും. പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമിയുടെ നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനമാണ് വിമത വിഭാഗം ഉയർത്തുന്നത്. TVKയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ ചിരവൈരികളായ DMKയുമായി സഖ്യമുണ്ടാക്കാൻ EPS ശ്രമിച്ചതാണ് വിമതരെ ചൊടിപ്പിച്ചത്. DMKയ്ക്കെതിരെ രൂപീകരിച്ച പാർട്ടിയാണ് AIADMK. കഴിഞ്ഞ 53 വർഷമായി തുടരുന്ന ആ രാഷ്ട്രീയ പാരമ്പര്യം തള്ളി DMK പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല. അങ്ങനെ ചെയ്താൽ AIADMK എന്ന പാർട്ടി തന്നെ ഇല്ലാതാകുമെന്ന് CV ഷൺമുഖം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് TVKയ്ക്ക് പിന്തുണ നൽകാനാണ് ഭൂരിഭാഗം അംഗങ്ങളുടെയും തീരുമാനമെന്ന് ഇവർ വ്യക്തമാക്കി. എന്നാൽ പാർട്ടിയെ പിളർത്താൻ തങ്ങൾക്ക് ഉദ്ദേശമില്ലെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശരിയായ തീരുമാനം ജനറൽ സെക്രട്ടറി കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നതായും SP വേലുമണി പറഞ്ഞു. BJPയുമായുള്ള ബന്ധം പാടെ ഉപേക്ഷിക്കണമെന്നും വിമതർ പാസാക്കിയ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. 234 മണ്ഡലങ്ങളിൽ 167 ഇടത്ത് മത്സരിച്ച AIADMKയ്ക്ക് 47 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ എടപ്പാടി പളനിസ്വാമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന MLAമാരുടെ യോഗങ്ങളിൽ നിന്നും CV ഷൺമുഖം, SP വേലുമണി തുടങ്ങിയ മുതിർന്ന നേതാക്കളും മുൻ മന്ത്രിമാരും അവർക്കൊപ്പം നിൽക്കുന്ന MLAമാരും വിട്ടുനിന്നു. നിയമസഭയിൽ MLAമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ പാർട്ടിക്കുള്ളിലെ ഭിന്നത പ്രകടമായിരുന്നു. AIADMK MLAമാർ സഭയ്ക്കുള്ളിൽ വെവ്വേറെ ഗ്രൂപ്പുകളായാണ് ഇരുന്നിരുന്നത്. 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകൾ നേടിയ TVKയ്ക്ക് ഭൂരിപക്ഷത്തിന് 10 സീറ്റുകൾ കൂടി വേണമായിരുന്നു. കോൺഗ്രസ് 5, ഇടത് പാർട്ടികൾ 4, VCK 2 എന്നിവരുടെ പിന്തുണയോടെയാണ് വിജയ് സർക്കാർ നിലവിൽ വന്നതെങ്കിലും ഇവർ മുൻ DMK സഖ്യകക്ഷികളായതിനാൽ സർക്കാരിന്റെ ഭാവിയിൽ ആശങ്കയുണ്ടായിരുന്നു. 47 MLAമാരുള്ള AIADMK വിമതരുടെ പിന്തുണ ഇതോടെ വിജയ് സർക്കാരിന് വലിയ കരുത്താകും.